സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. ഈ ദിവസം ജയോത്സവത്തിൻ്റെ ഒരു ദിവസമായി തീരും. നാം പ്രഖ്യാപിക്കുകയാണ് ഈ ദിവസം നമ്മുടെ ജയോത്സവത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം നമ്മളുടെ നന്മയുടെ ദിവസമാണ്. ഈ ദിവസം നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം സമാധാനത്തിൻ്റെ നിറവനുഭവിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് കർത്താവിൽ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രഖ്യാപിച്ച് ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പിതാവേ, തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ജയോത്സവത്തിൻ്റെ ഒരു ദിനമായി തീരട്ടെ. നന്മകൾ കൊണ്ട് അലങ്കൃതമായ ഒരു ദിനമായി തീരട്ടെ. അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന ഒരു ദിനമായിട്ട്, മഹാസന്തോഷത്തിൻ്റെ ദിനമാകട്ടെ. സമാധാനപൂരിതമായ ഒരു ദിനമായി തീരട്ടെ. വയ്ക്കുന്ന കാൽച്ചുവടുകളെല്ലാം നന്മയായി അനുഗ്രഹമായി കർത്താവെ തീർക്കണമേ. ഉള്ളങ്കരങ്ങളിലേക്ക് തിരികുകയാണ്. ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. സ്നേഹിച്ച വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഉള്ളങ്കരങ്ങളിൽ വരച്ചതിനായി നന്ദി. കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നതിനായി നന്ദി. കൈവിടാതെ ഞങ്ങളെ കാവലായി കൂടെ നിൽക്കുന്നതിനായി നന്ദി. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ പകൽ ഞങ്ങൾ സമ്പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സ്വതന്ത്രം ഒരു അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായമാണ് അതിനെ ഞാൻ ആധാരമായി എടുത്തത്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. മൃദുവായ ഉത്തരങ്ങൾ പറയുന്നത് മൃദുവായിട്ടായിരിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിക്കുന്നു. കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. നമ്മുടെ സൗമ്യതയുള്ള ശാന്തതയുള്ള നല്ല വാക്കുകളില്ലേ, അത് ക്രോധത്തെ ശമിപ്പിക്കും. എത്ര വലിയ ചിലർ സംസാരിക്കുമ്പോൾ കാണാൻ മേലെ നമുക്ക് എത്ര കടിച്ചു കീറാൻ വരുന്നവരും ചിലരൊരു പുഞ്ചിരിയോടെ സംസാരിക്കുമ്പോൾ അവരെ ശാന്തമാണെന്ന് കണ്ടിട്ടില്ലേ. എന്നാൽ ശാന്തതയോടെ നിൽക്കുന്ന ചിലരുടെ അടുത്ത് ചിലർ സംസാരിക്കും, അവർ പ്രകോപിതരായി തീരും. കാരണം എന്താണെന്ന് വെച്ചാൽ കഠിന വാക്കോന്ന് പറയുന്നത്. കഠിനമായ വാക്കുകൾ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര ശാന്തനായിരിക്കുന്ന ചില വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ വാക്കിന് മുൻപിൽ പ്രകോപിതരായി മാറി നമുക്ക് കാണുവാൻ കഴിയും. അപ്പം മൃദുവായ ഉത്തരങ്ങൾ പറയുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് ശ്രമിക്കാം. അതിന് നമ്മളെക്കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവന് ക്രിസ്തുവിൻ്റെ സൗമ്യത കിട്ടും. അപ്പോൾ അവരുടെ സംസാര രീതികളിൽ ഈ സൗമ്യത നിറഞ്ഞു നിൽക്കും. ഈ സൗമ്യഭാവം കിട്ടണമെങ്കിൽ കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ചേ പറ്റൂ. കർത്താവിൻ്റെ ഭാവം അത് നമ്മളിലേക്ക് പകരുവാനിടയായി തീരണം. സ്തോത്രം. അപ്പോൾ നമുക്ക് സൗമ്യമായ ഒരു ഇടപെടലിന് കാരണമായി തരും. കോപത്തെ ചൊല്ലി ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായ ഭോഷത്വം പൊഴിക്കുന്ന. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. അപ്പോൾ അത് തന്നെ നിർത്താം. തുടക്കത്തെ വാക്യത്തിലും അധരഫലത്തെ പറ്റിയാണ് പറയുന്നത്. 4-ാമത്തെ വാക്യത്തിലും പറയുന്നത് നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുമെന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിൽ പറയാം നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. അപ്പം നാവിൻ്റെ ശാന്തത, സ്തോത്രം, നമുക്ക് ഉണ്ടാവട്ടെ. മൃദുവായ ഉത്തരം പറയുന്നവരായി തീരട്ടെ. വക്രത, സ്തോത്രം, നമുക്ക് ദോഷമായി തീരും, നഷ്ടമായി തീരും. സ്തോത്രം. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം പോലെയാണെന്ന് പറയുന്നത്. സ്തോത്രം. ഫലം തരും. ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. സങ്കീർത്തനകാരൻ പറയുന്ന പോലെ ജീവജല നദിയുടെ അരികിൽ നട്ടപ്പെട്ട വൃക്ഷം എന്നും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി നാവിൻ്റെ ഫലം തീരും. അധരഫലം ജീവവൃക്ഷമാണ്. ജീവിപ്പിക്കുന്ന, ഫലമുണ്ടാക്കുന്ന അനുഭവം ഉണ്ടാവും. ഈ സദൃശവാക്യകാരൻ പറയുന്ന പല വാക്കുകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പടിപടിയായി പകർത്തിയാൽ നമ്മളൊരു അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരും. നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി തീരും. ആ മനോഹരമായ വാക്യങ്ങൾ, സ്തോത്രം, നമ്മുടെ ജീവിതത്തെ പണിതെടുത്ത് ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാക്കി തീർക്കും. ഈ 31 അധ്യായങ്ങളാണ്. ദിവസത്തിൽ ഒന്ന് വെച്ച് അതൊന്ന് വായിച്ചു പോയാൽ ഒരുപാട് ദോഷങ്ങളെ വിട്ടകലുവാനും ദൈവകൃപ പ്രാപിപ്പാനും നമ്മുടെ ജീവിതം ഒരു തികഞ്ഞ ക്രിസ്തുഭാവമുള്ളതാക്കി മാറുവാനും ഇടയായി തീരും. അതിനകത്ത് പറയുന്ന അധരഫലത്തെ പറ്റിയാണ് പറയുന്നത്. മൃദുവായ ഉത്തരം, അത് അധരത്തിൽ നിന്ന് വരുന്നതാണല്ലോ. അത്, സ്തോത്രം, കോപത്തെ ശമിപ്പിക്കും. 4-ാമത്തെ വാക്യത്തിൽ പറയാം, സ്തോത്രം, ശാന്തത, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം പോലെയാണെന്ന് പറയണം. സ്തോത്രം. സദൃശവാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, അധരഫലം കൊണ്ട് നീ നന്മ അനുഭവിച്ച് തൃപ്തനാകും. സ്തോത്രം. തക്ക സമയത്തെ വാക്ക് പൊൻതളിയിലെ നാരിങ്ങ പോലെയാണ്. നിങ്ങളുടെ നാവിൽ ജീവനും മരണവും ഇരിക്കുന്നു.
നാവിൻ്റെ അധികാരത്തെപ്പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്ന ദൈവികമായ ഒരു പരിജ്ഞാനമുണ്ട്. നമ്മുടെ നാവാണ് നമുക്ക് ദോഷവും അനുഗ്രഹവുമാക്കി തീർക്കുന്നത്. അപ്പം നാവ് എപ്രകാരം ഉപയോഗിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റുവാനിടയാകും, പണിയപ്പെടുവാനിടയത്തില്ല. പലരും പറയുകയില്ലേ, വായ തുറന്നാൽ തല്ലുകൊള്ളിത്തരേ പറയത്തുള്ളൂ എന്ന് പറയത്തില്ലേ? അതാണ് സ്വതന്ത്രം. അതായത് അധരഫലമാണ് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും നിങ്ങൾ അധരം കൊണ്ട് പറയുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തെ പണിയുവാനിടയായിത്തീരുന്നത്. ചിലർ ഭയങ്കര പ്രാർത്ഥനക്കാരൊക്കെയാണ്, പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർ പറയും, എന്നാ പറയും, ഓ അത് നടക്കത്തില്ല എന്ന് പറയും. അല്ലെങ്കിൽ അതിനകത്തെ അസാധ്യതകൾ പറയും. പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ പറയും അതൊക്കെ ഭയങ്കര പാടാണ്, അത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണ്, നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാം. അധരഫലമാണ്. എങ്ങനെ? പരാജയത്തിൻ്റെ അധരഫലമാണ് അല്ലേ? സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാവ് എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നാവിൻ്റെ ഫലമാണ് നിങ്ങളുടെ അനുഗ്രഹത്തെയും ഭാവിയൊക്കെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നാവ് വളയ്ക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് സൗമ്യമായിരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ ഏത് കാര്യം പറയണം. ചിലരെടുത്ത നാവ് പിഴയെ പറയത്തുള്ളൂ. ഭയങ്കര വിശ്വാസമൊക്കെ പ്രഖ്യാപനം, ഭയങ്കര വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും ഭയങ്കര പ്രാർത്ഥന വരും. പക്ഷെ നാവെടുത്ത പിഴയാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഇടർച്ചയുണ്ടാകുന്ന, പരാജയം കൊണ്ടുവരുന്ന വാക്കുകൾ ക്ഷണക്കത്ത് അടിച്ചു കൊടുക്കുന്നത് പോലെ അവർ സംസാരിക്കുന്നത്. അവരുടെ പരാജയം അവർ ക്ഷണക്കത്തടിക്കുന്നത് പോലെ അവരുടെ വർത്താന രീതി. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയാം, നാവ് കുറഞ്ഞൊരായുധമാണെങ്കിലും അത് വലിയ കാടിനെ കത്തിക്കുന്നു. അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഓർത്തോണം, നാവ് കൊണ്ട് സ്വതന്ത്രം. ഈ ഞാൻ നമ്മുടെ ചാനൽ വണ്ണിലൊക്കെ ആണെങ്കിലും കുടുംബങ്ങളിൽ പലരും ചിലരൊക്കെ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ അറിയാം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ തടസ്സം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിരാശയും, പ്രാർത്ഥനാ വിഷയം പറയുന്നത് തന്നെ വലിയ നിരാശയോടെയും ഭാരത്തോടെയാണ്. അതിനെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്, അല്ലെ അതിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും അത് പാടില്ല. സ്വതന്ത്രം. അതിനെ നിസ്സാരവൽക്കരിക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണ് അതാണ് പ്രത്യാശയോടെ ഉയർത്തി പറയേണ്ടത്. വിശ്വാസം ഇല്ലാതെയും കുറെ പറയാൻ പറ്റും, ഞാൻ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയാൻ പറ്റും. അത് ചുമ്മാ പൊള്ളത്തരമാണ്. സ്വതന്ത്രം. ഹൃദയത്തിന് ആഴത്ത് കിടക്കുന്നത് നമ്മൾ ഉറക്കത്തിലും ഏത് അൺകോൺഷ്യസ് അവസ്ഥയിലും ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് അതേ വരത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ് നിറഞ്ഞു കിടക്കുന്നത്? ഹൃദയം നിറഞ്ഞു കിടക്കുന്ന നാവ് പ്രസ്താവിക്കുന്നതെന്ന് പറയാം. ഹൃദയത്തിനകത്ത് പരാജയമാണ് കിടക്കുന്നത്, നാവിലൂടെ വന്നിരിക്കും. ഹൃദയത്തിനകത്ത് ഭയമാണ് കിടക്കുന്നതെങ്കിൽ അത് നാവിലൂടെ വന്നിരിക്കും. ഹൃദയത്തിനകത്ത് അസൂയ കിടക്കുന്നതെങ്കിൽ അത് വാക്കിൽ വന്നിരിക്കും. ഹൃദയത്തിനകത്ത് എപ്പോഴും കുറ്റപ്പെടുത്തുന്നതാണ് കിടക്കുന്നതെങ്കിൽ അത് കുറ്റപ്പെടുത്തൽ വന്നിരിക്കും. അത് ഹൃദയം എന്താണോ എഴുതുന്നത്. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ദൈവിക അനുഗ്രഹീതമായ ചിന്തകൾ കൊണ്ടും വാഗ്ദത്തങ്ങൾ കൊണ്ടും പ്രോമിസസ് കൊണ്ടും ദൈവത്തിൻ്റെ ഉറപ്പ് കൊണ്ടും നിറയ്ക്കണം. എന്നിട്ട് ആ ഉറപ്പ് പ്രാപിച്ചവർ സംസാരിക്കുമ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് മനോഹരമായ വാക്കുകൾ പൊങ്ങി വരും. ഇല്ല, ഞാൻ പരാജയപ്പെടത്തില്ല, ദൈവം എനിക്ക് അനുകൂലമാണ്, എനിക്ക് ജയം കർത്താവ് തരും, സ്തോത്രം, എനിക്കൊരു ദോഷവും വരാൻ ദൈവം ഇടയാക്കത്തില്ല, എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും, ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി എൻ്റെ വിഷയത്തിൽ ഉണ്ടാവും. അത് പറയാനുള്ള ആർജവും അത് സ്വതന്ത്രം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവില്ലാത്തവരാ പലപ്പോഴും പറയുന്നത് പരാജയ വാക്കുകൾ. എന്താ കുറച്ച് അനുഗ്രഹം, അത് നടക്കത്തില്ല, ജയിക്കുമെന്ന് അറിയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ പറയുന്ന. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യവും ബലവും ഉറപ്പും പ്രാപ്തിയും ഉണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും, ആ കാര്യം എനിക്ക് ദൈവം ചെയ്തു തരും. സ്വതന്ത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നാണ്, അതെൻ്റെ മേൽ നിറവേറും. പറയാനുള്ള ആർജവും തൻ്റെ ഇടവും പരിശുദ്ധാത്മാവുള്ളവർക്കുണ്ടാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ സദൃശവാക്യം എടുത്തതിനകത്തെ കാര്യം നാവ് മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുമെന്ന് 4-ാമത്തെ വാക്യത്തിൽ സ്വതന്ത്രം അധരഫലം ജീവന്റെ വൃക്ഷമായി തീരുമെന്നുമൊക്കെ പറഞ്ഞ് ആ വാക്യങ്ങൾ ആ അധരത്തെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കുന്നതിനെ പറ്റി അതിനെ തക്ക നിലയിൽ വാക്കിനെ ഉപയോഗിക്കുന്നവൻ അനുഗ്രഹീതനായി പാർക്കും. സ്വതന്ത്രം. അതിനെ വീണ്ടു വിചാരമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ എടുത്തുപയോഗിക്കുന്നവരുടെ ജീവിതം ആ അധരഫലം കൊണ്ട് തൃപ്തമാകും. അതെന്ത് പറഞ്ഞു വിതച്ചോ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊണ്ട് തൃപ്തമാവും, ജയമാണ് പറഞ്ഞെങ്കിൽ ജയം കൊണ്ട് തൃപ്തമാവും. അത് ചുമ്മാതെ മോടിവാക്കിൽ ജയം പറയാൻ പറ്റത്തില്ല. ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇല്ല, കർത്താവ് കൈവിടത്തില്ല, അത് സംഭവിക്കും, നടക്കും, അനുഗ്രഹമായി തീരും, എനിക്കറിയാം. സോ ആ ബോധ്യമുണ്ടാകും. ഇല്ലെങ്കിൽ വല്ലവരും പറഞ്ഞത് കൊണ്ട് എനിക്ക് ജയം കിട്ടും അങ്ങനെ പറയരുത്.
ദൈവത്തിന് മാത്രം ഹൃദയത്തിൽ ഉറപ്പ് പ്രാപിക്കണം. ഹൃദയം നിറയണം. ഒരു ജയാളിയുടെ ഹൃദയം, അവൻ്റെ ആറ്റിറ്റ്യൂഡ് ജയം, അത് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവനെ പ്രഖ്യാപിക്കുന്നത്. പരാജിതൻ്റെ മനസ്സിൽ പുറന്നും കൊണ്ട് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളു പരാജയമാണ്. അതുകൊണ്ട് അവൻ പരാജയപ്പെടുന്നത്. സ്തോത്രം. അപ്പം ഉള്ളം നിറയ്ക്കണം. അത് നാവുകൊണ്ട് പ്രസ്താവിക്കണം, പ്രഖ്യാപിക്കണം. സ്തോത്രം. അത് അനുഗ്രഹമായി തീരും. ദൈവത്തിന് മഹത്വം. ഈ അനുഗ്രഹമായ പ്രഭാതം നമുക്ക് തിരുസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. എക്സാമുകളൊക്കെ ആകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനം ഉണ്ടാകേണ്ടതിന്, വരുമാനമില്ലാത്തവർക്ക് തൊഴിലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമ്പന്നതയും ക്രിസ്തുവിലുള്ള നിറവും ഉണ്ടാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, പോരുകളെ ശാസിക്കുന്നു. കർത്താവേ, നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതങ്ങളിൽ കാണുവാൻ കർത്താവേ സ്വതന്ത്രം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, പരാജയത്തിൻ്റെയും പാഴ്വാക്കുകളും എല്ലാം നാവിൽ നിന്ന് മാറട്ടെ. നന്മ അനുഭവിച്ച് തൃപ്തമാകുന്ന നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ഇടയായി തീരട്ടെ. കൃപയുടെ കരങ്ങളിൽ നൽകുക. ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയാണ്. പിതാവ്, ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണത നൽകണം. സമാധാനം നിറയ്ക്കണം. പുതിയ ഗിഫ്റ്റുകൾ കൊണ്ട് നിറയ്ക്കണം. കർത്താവെ, പ്രത്യാശയിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണം. അങ്ങയുടെ കരങ്ങളിലേക്ക് തിരിയുകയാണ്. ചാനലിലെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. കർത്താവെ, സ്വതം ഓൺലൈനിൽ കാണുന്ന ഓരോ പുതിയ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം ക്രിസ്തുവിൽ നിറവാർന്നൊരു ജീവിതത്തിന് ഉടമകളായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് തിരിയുകയാണ്. മുഴുവത്വവും അങ്ങേക്കാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളായി ടെക്സ്റ്റ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകും. ഗാഡ് ബ്ലസ് യു. ലവ് യു ഡിയർ. തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. തകർന്നതിനെയൊന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. മരിച്ചതിനു നിത്യജീവൻ പകർന്നിടാൻ മരണത്തെ ജയിച്ചിമ്മാനുവേൽ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. അസാധ്യങ്ങൾ സാധ്യമാക്കുവാൻ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും നിനക്കായവൻ. നിന്റെ കഷ്ടത, നിന്റെ കണ്ണുനീർ മാറ്റിടുവതിനായി കൈപ്പുനീർനാഥൻ കുടിച്ചില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ, ചാട്ടവാറടിയേറ്റില്ലേ. തകർന്നതിനെ എന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. ആവശ്യങ്ങൾ അറിഞ്ഞിടുന്നവൻ എന്നും കരുതിടും നിനക്കായി വേണ്ടതൊക്കെയും. നിന്റെ ഭാരങ്ങൾ, നിന്നിരാശകൾ നീക്കിടുവതിനായി യേശു മുൾമുടി ധരിച്ചില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ, ഘോരക്കുരിശു ചുമന്നില്ലേ. തകർന്നതിനെ എന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ നിന്നെ മൂലക്കല്ലാക്കും.
വൈദ്യനായവൻ കൂടെയുണ്ടെന്നും മുറിവുകൾ സൗഖ്യമാക്കുവാൻ വൈദ്യനായവൻ കൂടെയുണ്ടെന്നും വേദനയെല്ലാം മായ്ച്ചിടുമവൻ ഭാരമെല്ലാം നീക്കുമവൻ ഭാവി അനുഗ്രഹമാക്കിടുവാൻ നിന്നയെല്ലാം സഹിച്ചില്ലേ നിന്നയെല്ലാം സഹിച്ചില്ലേ തകർന്നതിനെ എന്നും പണിയുന്നവൻ തള്ളിക്കളഞ്ഞ് നിന്നെ മൂലക്കല്ലാക്കും തകർന്നതിനെ